പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിമുടി മാറിയ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. എടേ, എനിക്ക് തെറ്റുപറ്റി. കോറു സിംഗ് എന്ന് പറയുന്ന പ്ലെയർ ഒരു രക്ഷയില്ലടേ. പ്രൈം ലൂണ എവിടെയെന്ന് ചോദിച്ചവർക്ക് ഒന്ന് പോയി ചോദിച്ചാൽ മതി. നമ്മുടെ നോർത്ത് ഈസ്റ്റിൻ്റെ ഗോൾ കീപ്പറിനടുത്ത് പുള്ളിയുടെ നെഞ്ചിന് കൊടുത്തൊരു അടി കിട്ടിയിട്ട് പുള്ളി ചുമച്ചോണ്ട് ഇങ്ങനെ ലൂണയെ നോക്കണ ഒരു സീൻ മത്സരത്തിനിടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ പുള്ളി തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും തടയേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അതാണ് ലൂണ. TG പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും തോമാച്ചനാണെന്നുണ്ടെങ്കിലും രണ്ട് പേരും കൂടെ ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ അടിമുടി മാറ്റി എഴുതി എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട്സ് ആണ് ഇന്ന് ടേബിളിൽ 8ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് vs കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരവും പിന്നെ കുറച്ച് ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് സ്പോർട്സ് റിവ്യൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന കാര്യം കൂടെ ഓർത്തുകൊണ്ട് വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ്. Yes, അപ്പോൾ വീണ്ടും വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ്. ദിസ് ഇസ് സ്പോർട്സ് റിവ്യൂ ആൻഡ് ഐ ആം RJ ആൻഡപ്പൻ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞു ഇന്ത്യൻ സൈനിങ് എവിടെ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പം എന്തായിട്ടുണ്ട് ഒരു ഇന്ത്യൻ സൈനിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം. ആൻഡ് അത് എനിക്ക് തോന്നുന്നു പ്രീതം കോട്ടാലിനെ നമ്മൾ ചെന്നൈക്ക് കൊടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബികാസിനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ക്വൈറ്റ് ഗുഡ് ട്രാൻസ്ഫർ ആണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഞാനിപ്പോൾ നല്ലതാണ് ചീത്തയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അത് കുളമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റിയല്ല സംസാരിക്കാൻ പോകുന്നത്. അടിമുടി മാറിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് FCയും തമ്മിലായിരുന്നു. ഈ മത്സരത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ISLൻ്റെ മത്സരങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ടീം ഡിഫെൻസീവ്ലി സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനോട് അധികം അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവരുടെ ഫോർവേഡ് മിഡ് മുതൽ ഫോർവേഡ് വരേക്കുമുള്ള പ്ലെയേഴ്സ് അടിപൊളിയാണ്. ഏകദേശം ഒരു 7 to 8 ഗോൾ സ്കോറേഴ്സും ISL തന്നെ ടോപ്പ് സ്കോററായിട്ടുള്ള ഇപ്പോൾ നിലവിൽ ഈ സീസണിൽ 15 ഗോളുകൾ അടിച്ചിട്ടുള്ള അജാരയും ഒക്കെ ഉള്ള ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾ മഴ വീഴും, അല്ലെങ്കിൽ കുറച്ച് അറ്റ്ലീസ്റ്റ് ഗോൾ കൺസീഡ് ചെയ്യേണ്ട വരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ ഈ മത്സരം കാണുന്നത്. നമ്മുടെ ഭാഗ്യ ജേഴ്സി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നീലയിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് 30 മിനിറ്റിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നെഞ്ചത്തടിച്ച് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഐബന് ഒരു രാശിയില്ലേ ഈ സീസണും കൂടെ എന്നുള്ളതാണ്. കാരണം പരിക്ക് വിട്ടുമാറി പുള്ളി ഒന്ന് കളി തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ 2 മത്സരങ്ങൾ അടുപ്പിച്ചായി പുള്ളിക്ക് റെഡ് കാർഡ്. അതും പോരാണ്ട് കഴിഞ്ഞ റെഡ് കാർഡ് ഒഴിവാക്കി പുള്ളി തിരിച്ച് വന്നപ്പോൾ കിടക്കണം വീണ്ടും റെഡ് കാർഡ്. അത് റെഡ് കാർഡാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് കാർഡ് കൊടുക്കാനുള്ള ഒഫൻസ് തന്നെയാണ്. പിന്നെ അതൊക്കെ റെഫറിയുടെ ഒരു ഇതാണ്. വേണമെങ്കിൽ പുള്ളിക്ക് അത് യെല്ലോ കൊടുക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടും അതിന് റെഡ് കൊടുക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള മത്സരം മുഴുവനും നമുക്ക് ഒരാൾ കുറവായിട്ടാണ് കളിക്കേണ്ടി വന്നത്. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കിഡിലൻ ഫോർവേഡ് ഉള്ള ഒരു ടീമിനെതിരെ നമ്മൾ അങ്ങനെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ISLൻ്റെ മത്സരങ്ങൾ കാണുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുക, ദൈവമേ നമ്മൾ പെട്ടുപോയല്ലോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതിന് ഞാനൊരു മാപ്പ് ചോദിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെയാണ്. പക്ഷേ 2025 തുടങ്ങിയിട്ട് എന്ന് ഞാൻ പറയുന്നില്ല. TG പുരുഷോത്തമനും നമ്മുടെ തോമാച്ചനും കൂടെ വന്നതിന് ശേഷമുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോള് വഴങ്ങാൻ അത്ര അങ്ങോട്ട് താല്പര്യമുള്ള ഒരു ടീം എന്നുള്ള രീതിയിലല്ല കേരള ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് വഴങ്ങുന്നത് ഇഷ്ടമല്ല, മാക്സിമം കൊടുക്കും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരാളൊക്കെ കുറഞ്ഞിരിക്കുന്ന ടീം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1-2 ഗോളൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമുക്ക് റെഡ് കിട്ടി നമ്മൾ പെട്ടുപോയ സിറ്റുവേഷൻസിലാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും മരിച്ചൊക്കെ ഡിഫെൻഡ് ചെയ്യാന്ന് പറയില്ലേ, അതായിരുന്നു ഇഷ്ടം ബ്ലാസ്റ്റേഴ്സ്. ഒരു രക്ഷയില്ല, എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിമുടി മാറിയ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു
ടി ജി പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും തോമാച്ചനാണെന്നുണ്ടെങ്കിലും അവർ രണ്ട് പേരും വന്നതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ പറയാം പ്ലേയേഴ്സിൻ്റെ പലരുടെ വീഡിയോസിൽ ഞാനിങ്ങനെ കണ്ടു മെൻറ്റാലിറ്റി ചേഞ്ച് ആണ് ഇതിനെല്ലാത്തിനും കാരണം. യെസ്, എനിക്ക് തോന്നുന്നു മെൻറ്റാലിറ്റി ചേഞ്ചിനേക്കാളും ഉപരിയായിട്ട് കോച്ച് വന്ന് ഹൈലൈൻ ഡിഫൻസിൽ നിന്ന് ഒന്ന് മാറി ബാക്കിലേക്ക് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എൻറ്റയർ ടീമിലും ആ ഒരു ചേഞ്ച് വന്നു തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് വലിയ പ്രഷറുകൾ താങ്ങേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ചില സമയത്ത് ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരം ഞാൻ പറഞ്ഞല്ലോ, അത് ബ്ലാസ്റ്റേഴ്സ് പൊളിച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കാര്യം ഞാൻ പറയും, ഈ സീസണിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഫോർവേഡ് ലൈനാണ് നമുക്കുള്ളത്. ഒരു രക്ഷയില്ലാത്ത ഫോർവേഡ് ലൈനാണ്. ഒരു ചെറിയ ചാൻസ് കിട്ടിയാലും അതിൽ നിന്ന് ഗോൾ കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ഫോർവേഡ് ലൈനാണ് നമുക്കുള്ളത്. ഫോറിനാണെന്നുണ്ടെങ്കിലും ശരി, ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും ശരി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഫൻസിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സീസൺ അത്ര അങ്ങോട്ട് പോരാ എന്നുള്ളതാണ്. അതങ്ങോട്ട് തീർന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി നമ്മൾ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കേട്ടോ. ഇനി എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് രണ്ട് പേരെ കുറിച്ച് എടുത്തു പറയണം. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ എൻ്റയർ ടീമും നല്ല സൂപ്പറായിട്ട് കളിച്ചില്ല എന്നല്ല, എൻ്റയർ പ്ലെയേഴ്സും നല്ല സൂപ്പറായിട്ട് കളിച്ചു. പക്ഷെ എന്നാലും കുറച്ച് പേരെയൊക്കെ നമ്മൾ എടുത്തു പറയണമല്ലോ. അതിലൊന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ ലൂണയുടെ ഒരു ഹീറ്റ് മാപ്പ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോന്ന് അറിയില്ല നിങ്ങളിൽ എത്ര പേര്. അതായത് അവരുടെ ക്യാപ്ഷൻ തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഹീ ഈസ് എവ്രിവെയർ. പുള്ളിയുടെ ഹീറ്റ് മാപ്പിൽ പുള്ളി ഇല്ലാത്ത സ്ഥലം നമ്മുടെ ഗോളി ഇരിക്കുന്ന സ്ഥലം മാത്രം തോന്നുന്നു, അല്ലാതെ ബാക്കി എല്ലാ സ്ഥലത്തും പുള്ളി ഉണ്ട്. അത്രയും അങ്ങനെയാണ് ആ ഒരു ഹീറ്റ് മാപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി. പിന്നെ ലൂണയുടെ ഒരു പ്രൈം ലൂണ സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടു. അതായത് ഒരു ഫ്രീ കിക്ക് പുള്ളി എടുത്തിട്ട് നോർത്ത് ഈസ്റ്റിൻ്റെ ഗോളിയുടെ നെഞ്ചത്തടിച്ചിട്ട് പുള്ളി ഇങ്ങനെ തടയേണ്ടിയിരുന്നില്ല എന്ന് പറയണ ഒരു സീനിലേക്ക് വരേക്കും ലൂണയുടെ ഒരു ഷോട്ടൊക്കെ വരുന്നത് കണ്ടു. ബിക്കോസ് അപ്പം കുറേ ആയിട്ട് നമ്മളിപ്പോൾ പലരും ആ പഴയ ലൂണയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചതിനൊക്കെ ലൂണ തരുന്നൊരു മറുപടിയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ലൂണ നല്ല, അല്ലെങ്കിലും ലൂണ അങ്ങനെ തന്നെയാണ്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന എത്രയോ അതിൻ്റെ 100 200 300 അധികം കൂടുതൽ കളിക്കാൻ ശ്രമിക്കുന്ന ഒരു താരമാണ്. അതുപോലെ കോച്ചിന് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ താരം, കോച്ചിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒന്നാമത്തെ ലൂണയും രണ്ടാമത് ഞാൻ ഈ സീസൺ തുടങ്ങി ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, കോറോ സിംഗ് ചെറിയ പയ്യനാണ്, ഫിസിക്കലി പോലും പുള്ളി ചെറുതാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ക്രൂഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ ഇടുമ്പോൾ എങ്ങനെയാ എന്നുള്ളൊരു ചോദ്യം ചോദിച്ച ഒരു സംശയം കീപ്പ് ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനതിപ്പോൾ മാറ്റി പറയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പുള്ളി എടാ, നമ്മൾ ഒരാൾ റെഡ് കാർഡ് കിട്ടി നമ്മുടെ ഡിഫൻസിൽ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഫോർവേഡിലുണ്ടായിരുന്ന കോറോ സിംഗ് ആണ് ബാക്കിലേക്ക് ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പുള്ളി അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇത്രയും ഡിഫെൻസീവ്ലി കളിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, ഒരാൾ കുറവായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. എന്നിട്ടും നോർത്ത് ഈസ്റ്റിൻ്റെ എൻ്റയർ ടീം ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻ, നമുക്ക് സേഫ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷൻസിലെല്ലാം നമ്മൾ കൗണ്ടർ അറ്റാക്ക് ഒക്കെ ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ കുറഞ്ഞത് നമുക്കാണോ നോർത്ത് ഈസ്റ്റിനാണോ എന്ന് വരെ തോന്നുന്ന രീതിയിലൊക്കെയുള്ള ഒരു കളിയാണ് വന്നത്. ഡ്രോ ആണ് ഉണ്ടായത്. ഒരു പോയിന്റ് നമ്മൾ ഡിസേർവിങ് ആയിരുന്നു, അതെന്തായാലും കിട്ടി. ആൻഡ് ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിളിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പം നിലവിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 8ാം സ്ഥാനത്താണ്. 17 മത്സരങ്ങളിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ 21 പോയിന്റുകൾ കിട്ടിയിട്ടുള്ളത്. തൊട്ട് താഴെ നമ്മുടെ പഞ്ചാബാണ്. അവരാകെ 15 മത്സരങ്ങളിൽ നിന്ന് 20, 2 കളി തോക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറി മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിമുടി മാറിയ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുള്ളത് ഈ 2 കോച്ചുമാർ തന്നെയാണ് കേട്ടോ. ഹെഡ് കോച്ചായിട്ട് ശരിയാണ്, ഹെഡ് കോച്ച് അല്ലെങ്കിൽ ഇടവേള സമയത്തേക്കുള്ള ഒരു കോച്ചായിട്ട് നമുക്ക് ഹെഡ് കോച്ചായിട്ട് വെച്ചിരിക്കുന്ന ടി ജി പുരുഷോത്തമനാണെന്നുണ്ടെങ്കിലും പുള്ളി അസിസ്റ്റ് ചെയ്യുന്ന തോമാച്ചനാണെന്നുണ്ടെങ്കിലും 2 പേരും വന്ന് ഒരു ചേഞ്ച് ടീമിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പറയാതെ പോകാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഇപ്പം നമ്മുടെ മിഖായിൽ സ്റ്റാറെ ഉണ്ടായിരുന്ന സമയത്ത് ഹൈലൈൻ ആയിരുന്നു. സോ അപ്പോൾ ജസ്റ്റ് ഡിഫൻസിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചുമ്മാ നിസ്സാരവൽക്കരിച്ച് കളയാം. പക്ഷെ അങ്ങനെയല്ല. അത് സ്കോഡ് സെലക്ട് ചെയ്യുന്നവിടെ മുതൽ കളിയുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും റെഫറിമാരോട് പറയുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ഇനി അത് മാത്രമല്ല ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സമയത്ത് അതിൽ വലിയ സ്റ്റാർ വാല്യൂ ഉള്ള പ്ലെയർ ആണോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആണോ എന്താണോ അങ്ങനെയൊന്നുമില്ല. ആ പ്ലെയറിനെ മാറ്റിയിരിക്കും. അങ്ങനെയുള്ള ക്രൂഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പോലും
ഈ രണ്ട് കോച്ചുമാരെ കൊണ്ടും പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അർജൻറ്റീനയുടെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതായത് കോച്ച് എല്ലാം പോയി, ഇടവേള കാലത്തേക്ക് ഒരു കോച്ചിനെ കൊണ്ടുവരുന്നു. ആ കോച്ചാണ് പിന്നീട് അങ്ങോട്ട് അർജൻറ്റീനയിൽ അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാനും വിശ്വസിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒഡീസയുടെ നിലവിലെ കോച്ചായിട്ടുള്ള ലൊബേറോ ചിലപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറും CBയുമായിട്ടുള്ള ദുഷാനെ സെലക്ട് ചെയ്തതിൽ പുള്ളി റോൾ വഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള കുറേ റൂമേഴ്സ് പോകുന്നുണ്ട്. എന്തായാലും അത് മനോരമയാണ് പുറത്തു വിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ അറിയാതെ അങ്ങ് വിശ്വസിച്ച് പോവും. പക്ഷെ എന്നാലും നമ്മുടെ മാർക്കസ് മർക്കലാവോ പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒഡീസയുടെ നിലവിലെ കോച്ച് അങ്ങനെയുള്ള ഒരു കാര്യവും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുകയോ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണുന്നത്. സോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്ന് വീണ്ടും സിറ്റുവേഷൻ ക്രൂഷ്യൽ ആക്കണോ എന്നുള്ളൊരു ചോദ്യവും കൂടെ അവിടെ കിടപ്പുണ്ടെന്നുള്ളതാണ് കേട്ടോ. കാരണം ഇവരെ കൊണ്ട് ദേ ആർ ഡൂയിങ് ബെറ്റർ. അത് ഏതെങ്കിലും ഒരു ഷോഗൺ ടീമിനെതിരെ മാത്രമല്ല, നല്ല ടീമിനെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്, അടിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പുതിയ കോച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യവും കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്. ആൻഡ് ടേബിൾ ഒരിച്ചിരി ക്രൂഷ്യലാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മറ്റ് ടീമുകളുടെ അവസ്ഥകളും മാച്ചുകളും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാം, ഫുട്ബോളാണ്, എന്ത് സംഭവിക്കും. ടോപ്പ് 6 വന്ന് അത്ഭുതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. നമ്മളെല്ലാ ഫാൻസും അത് തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത്. ആൻഡ് മാനേജ്മെൻറ്റൊക്കെ എതിരെയായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരുവിധം പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതല്ല, ഈ പറയുന്ന പോലെ സൈനിങ്ങുകൾ വേണമെന്നുള്ള പ്രൊട്ടസ്റ്റൊക്കെ ആയിട്ട് അവർ ഇനിയും മുന്നോട്ട് തന്നെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലൂണ പോയി അവർക്ക് വൈക്കിംഗ് ക്ലാബ്സ് കൊടുക്കാത്തതിന് ഞാനൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് ഞാൻ ഇപ്പോഴും പറയാണ്, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വികാരം എന്ന് പറയുന്ന ഒരു സാധനത്തെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ഫുട്ബോൾ ഇറങ്ങി കളിച്ചവർക്ക് നമ്മുടെ സപ്പോർട്ടേഴ്സ് നമ്മളെ കൈയടിക്കാതെ ചിലപ്പോൾ പോകുമ്പോൾ നമുക്കതൊരു വിഷമാണ്. അത് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു വിഷമം വരും. എൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ആഷിഖ് കുർണിയനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം നാട്ടിൽ വരുമ്പോൾ നമുക്കൊരു കയ്യടി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും, പക്ഷെ നമ്മളെ തെറി പറയാനും നമ്മളെ തളർത്താനുമാണ് ശ്രമിക്കുന്നത് എന്നുള്ളത്. അത് ശരിയാണ്. സ്പോർട്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യുമ്പോൾ അത് ശരി തന്നെയാണ്. പക്ഷെ അത് മറ്റൊരു സൈഡിൽ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയും ഒരു സംഭവമുണ്ട്. പക്ഷെ പ്രൊട്ടസ്റ്റ് വേണ്ടാന്നോ പ്രൊട്ടസ്റ്റ് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഈ ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നുള്ള വാദമൊന്നും അല്ല എൻ്റെത്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ സെൻസിൽ എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പോർട്സ് റിവ്യൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരും നല്ല ചിൽ കുപ്പിച്ചിലായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പീസ് ഔട്ട്.